ഈ സുന്ദര കുട്ടപ്പൻ എലിയുടെ പേരാണ് റമി. ഈ എലിക്കുട്ടൻ കൈ കഴിവാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ. അവന് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. അവനുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കെല്ലാം അസാധ്യ രുചിയാണ്. മാത്രമല്ല ഭക്ഷണത്തിൻ്റെ മണം നോക്കി അതിലെ കുറവുകൾ മനസ്സിലാക്കാനുള്ള കഴിവും അവനുണ്ട്. ഒരു സൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ രുചി നോക്കുമ്പോൾ ദേ നിൽക്കുന്ന ഒരുത്തൻ. ഇവൻ ആരാണെന്നല്ലേ? ഇവനാണ് ആൽഫ്രെഡോ. നമുക്കിവനെ തക്കുടു എന്ന് വിളിക്കാം. സത്യം പറഞ്ഞാൽ ഈ തക്കുടുവാണ് ഈ സൂപ്പ് ഉണ്ടാക്കേണ്ടിയിരുന്നത്. അവൻ എലിക്കുട്ടനെ കണ്ട് സ്തംഭിച്ച് നിൽക്കുമ്പോൾ അവൻ്റെ ബോസ് വന്ന് സൂപ്പ് ഉണ്ടാക്കാൻ ലേറ്റായതിനെക്കുറിച്ച് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് സൂപ്പിൻ്റെ പാത്രത്തിലിരിക്കുന്ന എലിക്കുട്ടനെ കാണുന്നത്. പെട്ടെന്നൊരു വെയിറ്റർ വന്ന് ആ സൂപ്പ് എടുത്തുകൊണ്ട് പോയി. അത് തടയാൻ ബോസ് നോക്കുന്നുവെങ്കിലും അതിനു മുമ്പ് തന്നെ ആ വെയിറ്റർ സൂപ്പ് കസ്റ്റമർക്ക് കൊടുക്കുന്നു. ആ സൂപ്പ് കഴിക്കുന്ന കസ്റ്റമറെ കണ്ട ബോസ് വീണ്ടും നെട്ടി. ആ സൂപ്പ് കുടിച്ച് ആ ഹോട്ടലിനെ പറ്റി റിവ്യൂ എഴുതാൻ വന്ന ആളായിരുന്നു അത്. ആ സൂപ്പ് കുടിച്ച് അയാൾ ഹോട്ടലിന് 5 സ്റ്റാർ റേറ്റ് തന്നെ നൽകുന്നു. അതുകൊണ്ട് ബോസ് തക്കുടിനോട് നീ ഈ സൂപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നും അത് തൻ്റെ മുന്നിൽ വെച്ച് ഉണ്ടാക്കി കാണിക്കാനും പറയുന്നു. അപ്പോഴാണ് മറഞ്ഞിരുന്ന എലിക്കുട്ടനെ തക്കുട് കാണുന്നത്. അവൻ വേഗം ഒരു ഡെപ്പി എടുത്ത് എലിക്കുട്ടനെ പിടിച്ച് അടച്ചു വയ്ക്കുന്നു. ഇതുകൊണ്ട് ബോസ് എലിക്കുട്ടനെ കൊന്നുകളയാൻ തക്കുടുവിനോട് പറയുന്നു. പക്ഷേ അവന് എലിക്കുട്ടനെ കൊല്ലാനായിട്ട് മനസ്സനുവദിച്ചില്ല. അവൻ ആ എലിക്കുട്ടനെ തുറന്നു വിട്ടു.